ഹായ് 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 എല്ലാവർക്കും എൻ്റെ AMR ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ കയറി പോന്നോളി. നമ്മൾക്ക് ഒരു മൂന്നാർ ട്രിപ്പ് അടിച്ചാലോ? മൂന്നാർ ട്രിപ്പിൻ്റെ കാഴ്ചകളിലേക്ക് ഇനി നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ നേര്യമംഗലം എത്തി കേട്ടോ. അങ്ങനെ നേര്യമംഗലത്തിന്റെ പാലത്തിന്റെ വ്യൂ ആട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പാലം തന്നെയാണ്. ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല തടാകവും നല്ല അതീവ തണുപ്പും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നേര്യമംഗലത്തിലെ വനത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് വനത്തിന്റെ എയർപിന്നുകൾ താണ്ടി അങ്ങനെ നമ്മൾ മൂന്നാറിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാട്ടോ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അടിമാലി ടൗൺ എത്തിയിരിക്കുകയാണ്. അടിമാലി ടൗണിൽ അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് രാവിലത്തെ കാഴ്ച അടിമാലിയുടേത്. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നേരിയ തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന ഭയങ്കര ഒരു ആംബിയൻസിനെ. അങ്ങനെ നമ്മൾ മൂന്നാർ റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. മൂന്നാർ റൂട്ടിന്റെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എയർപിന്നൊക്കെ കയറി പള്ളിവാസിൽ എന്ന സ്ഥലത്തെത്തിട്ടോ. പള്ളിവാസിലിന് താഴോട്ട് കാണുന്ന വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് തന്നെ കേട്ടോ. അതൊരു സംഭവം തന്നെ കേട്ടോ. അത് വന്ന് കണ്ടന്നെ ആവണം കേട്ടോ. അങ്ങനെ നമ്മൾ എയർപിന്നൊക്കെ അങ്ങോട്ട് താണ്ടി നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാറിന്റെ ടൗണിന്റെ ഭംഗിയാട്ടോ നമ്മൾ കാണാൻ പോണ്. മൂന്നാറിന്റെ അടുത്തെത്തും തോറും ഇങ്ങനെ നേരിയ തോതിൽ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്ന ഒരു അനുഭവം ഫീല് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം ഓടി വന്നില്ല, അപ്പം കുറച്ച് റെസ്റ്റ് എടുക്കാൻ എന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ, അതുപോലെ ഒരു ടീ കുടിക്കണം, അതുപോലെ ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ അതിനുള്ളൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാറിൽ വരുന്നവരാണെങ്കിലും ട്രാവലറിൽ വരുന്നവരാണെങ്കിലും, ഞാൻ ബൈക്കിലാണ് വന്നത്, ബൈക്കിൽ വരുന്നവർക്കും ഇവിടെ നല്ല സൗകര്യം തന്നെ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ബാക്കിലില്ല, നമ്മളെ പാർക്കിൻ്റെ ബാക്കിൽ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അതുപോലെ പെട്രോൾ പമ്പ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഡീസലോ പെട്രോളോ ഒക്കെ അടിക്കാനും സൗകര്യം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗൺ കഴിഞ്ഞ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ കൂടി ആയിട്ട് പോകണം. മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നുള്ള വ്യൂ ആട്ടോ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഡാമിന്റെ സൈഡിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പണ്ടത്തെ നമ്മളെ ആദിവാസികൾക്ക് ഉപയോഗിച്ച കൊട്ടവഞ്ചിയില്ലേ, കൊട്ടവഞ്ചിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണട്ടോ. അത്യാവശ്യം നല്ല ബോട്ടിങ്ങും വഞ്ചിയും കാര്യങ്ങളും എല്ലാ സർവീസും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പോണതുണ്ടല്ലോ കുണ്ടള റൂട്ടിലേക്കാണ്. കുണ്ടള ഡാം കാര്യങ്ങളൊക്കെ കാഴ്ചകളാട്ടോ ഇനി നമ്മൾ കാണാൻ പോണത്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ച പോകുന്ന റൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഉണ്ടല്ലോ ഈ ഏരിയൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് നമ്മളൊക്കെ രാവിലെ തന്നെ എണീച്ച് ചായ കുടിക്കുന്നില്ലേ, നമ്മളെ ടീ ഫാക്ടറികൾ ഒരുപാടുള്ള ഒരു ഏരിയ തന്നെ കേട്ടോ ഇത്. അതായത് ടാറ്റ, അതുപോലെ കണ്ണൻ ദേവൻ, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഈ ഏരിയ നിന്നാട്ടോ നമുക്ക് ചായ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വ്യൂവിൻ്റെ കാഴ്ച കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ കുതിര സവാരികളുണ്ട്. നിങ്ങൾക്ക് കാണാൻ ലെഫ്റ്റ് കണ്ട് കുതിര സവാരി, അതുപോലെ തന്നെ ചായ, കടി, സ്നാക്സ്, അതുപോലെ കൊച്ചുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഡാമിൻ്റെ സൈഡിൽ അങ്ങോട്ട് പോയി ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു പ്രകൃതി. അപ്പം കുണ്ടള ഡാമിൻ്റെ മുകളിലൂടെയുള്ള വ്യൂ ആട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഷൂട്ട് ചെയ്ത സംഭവം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഓൾറെഡി ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചതൊക്കെ തീർന്ന്, അതുകൊണ്ടാണ് ഈ പഴയ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ പണ്ട് ഞാനും ഫ്രണ്ടുകളൊക്കെ ബൈക്കിൽ പോയ ട്രിപ്പാട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ.